ഒരു കണ്ടന്റ് ബേസ്ഡ് ആയിട്ട് ഒരു ചാനൽ കൊണ്ടുപോയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റീച്ച് ആവാനും മോണിറ്റൈസേഷൻ ആവാനും അതുവഴി നമുക്ക് വരുമാനം കിട്ടാനും ഹെൽപ്പ് ചെയ്യും. ഹലോ ഫ്രണ്ട്സ്, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അതിന് എന്നോടൊപ്പം ചേർന്ന് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വളരെ നന്ദി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഫേസ്ബുക്കും യൂട്യൂബും വരുമാനം എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്നൊരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. യൂട്യൂബ് അതിൻ്റെ അവസാന കടമ്പ എന്ന നിലയിൽ പ്രേമരാജൻ കുറ്റിക്കോൽ എന്ന നമ്മുടെ ചാനലിന് അയച്ചു തന്ന പിൻ നമ്പറാണ് ഈ കാണുന്നത്. ഇത് കിട്ടുക എന്ന് പറയുന്നത് ഓരോരാൾക്കും വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും. ചിലവർക്ക് ഒറ്റ വീഡിയോ ചെയ്താൽ തന്നെ, അല്ലെങ്കിൽ 1-2 വീഡിയോ ചെയ്താൽ തന്നെ ആ അവസരം കിട്ടും. പക്ഷെ എന്നെ പോലെ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ലാണ്ട് സാധാരണ രീതിയിൽ വീഡിയോ ചെയ്യുന്നവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രയാസമായിരിക്കും. അതെല്ലാം ഓരോരാളും ചെയ്യുന്ന വീഡിയോ, അതിൻ്റെ കണ്ടന്റ്, അതുപോലെ തന്നെ മറ്റ് അതിൻ്റെ ക്വാളിറ്റി എല്ലാം അടിസ്ഥാനമാക്കിയിട്ടാണ് റീച്ച് ആകുന്നത്. റീച്ച് ആയാലും മാത്രമേ അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം നടക്കൂലൂ. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഈ മേഖലയായിട്ട് യാതൊരു പരിചയവും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. വളരെ യാദൃശികമായിട്ടാണ് ഞാൻ ഈ മേഖലയിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മറ്റ് പോരായ്മകളും നമ്മളെ വീഡിയോയിലുണ്ട്. എൻ്റെ ആദ്യകാലത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. നമ്മളെ വീഡിയോ ഒരുപാട് ഓടിയിട്ടുണ്ട്. പക്ഷെ അതിനെപ്പറ്റി എനിക്ക് അറിയാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ മറ്റ് കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്നതാണ് ഇതിൻ്റെ വാസ്തവം. യൂട്യൂബിലും ഫേസ്ബുക്കിലും വീഡിയോ അപ്ലോഡ് ചെയ്തു എന്നതല്ലാതെ അതിൻ്റെ എത്ര ആൾ കണ്ടെന്നോ അതിൻ്റെ എത്ര മണിക്കൂർ വാച്ചിങ് ടൈം ആയി എന്നോ ഒന്നും ഞാൻ നോക്കിയിട്ടുമില്ല, നോക്കാൻ അന്ന് അറിയുമില്ല. അതാണ് നമ്മുടെ ആദ്യകാലത്തെ വീഡിയോന്റെ ഒരു ഗ്രാഫ്. അത് നമുക്ക് എന്നെ സംബന്ധിച്ചിട്ട് അത് നോക്കാൻ അറിയില്ല എന്നതാണ് അതിന്റെ വാസ്തവം. അതുകൊണ്ട് തന്നെയാണ് അന്ന് കിട്ടേണ്ടിയിരുന്ന പിൻ നമ്പർ ഇന്ന് നമുക്ക് കിട്ടിയത്. കാരണം അന്ന് ഒരുപാട് ആൾ കണ്ടതാണ്, പക്ഷെ അന്ന് ആയിട്ടുണ്ടാവുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അന്നത്തെ വീഡിയോ എല്ലാം നോക്കുമ്പോൾ 32K, അതുപോലെ തന്നെ 10K 15K ഓടിയ ആദ്യത്തെ വീഡിയോ, അതും ഒരു കാണാൻ ഇന്നത്തെ പോലെയല്ല, ഒരു ക്ലാരിറ്റി ഇല്ലാത്ത വീഡിയോ ആയിരുന്നു. എന്നിട്ട് പോലും അത്രയും ഓടിയിട്ടുണ്ട് എന്നതാണ് വാസ്തവം. അന്ന് യൂട്യൂബിൽ ഫേസ്ബുക്കിൽ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്ന് അറിയാതെ കൊണ്ട് തന്നെ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി ചിന്തിച്ചില്ല. പിന്നീട് ചിന്തിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ പരിചയമുള്ളവര് നേരിട്ടും അല്ലാതെ മെസ്സേജായിട്ടും ഇതിനെപ്പറ്റി ചോദിക്കുമ്പോഴാണ് ഞാനും ഇതിൽ മനസ്സിലാക്കുന്നത് ഇതിലൊരു വരുമാന മാർഗം ഉണ്ടാക്കാൻ പറ്റുമെന്നത്. അതിനുശേഷമാണ് പിന്നീടാണ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു രീതിയിൽ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുമാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ കടമ്പകൾ കടക്കേണ്ടതുണ്ട്. ഓരോ ഘട്ടത്തിലും അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കണം, അതിനെ പറ്റിയിട്ട് പഠിക്കണം. അതിൻ്റെ മറ്റ് യൂട്യൂബ് നൽകുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ അതിനനുസരിച്ച് ചെയ്താൽ മാത്രമേ ഈ ഒരു വരുമാന മാർഗം എന്ന നിലയിലേക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്തത് കൊണ്ട് നമുക്ക് വരുമാനം കിട്ടൂല. അതുപോലെ തന്നെ എൻ്റെ വീഡിയോന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പരിപാടികൾ, ആഘോഷങ്ങൾ, അതുപോലെ തന്നെ റോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ നമ്മളെ നാടും അതുപോലെ തന്നെ ഞാൻ പങ്കെടുക്കുന്ന പരിപാടികളും ഇതെല്ലാം എൻ്റെ വീഡിയോന്റെ ഒരു കണ്ടന്റ്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കുറച്ച് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് 1000-ലധികം വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും പല പ്രശ്നങ്ങളും നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വാച്ച് അവർ 4000 മണിക്കൂർ എന്നൊരു കടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളെ പോലെ വീഡിയോ ചെയ്യുന്നവർക്ക് പറ്റുന്ന പണിയല്ല. അതുപോലെ തന്നെ 1000 സബ് അത് ചിലപ്പോൾ ആവുമായിരിക്കും. അപ്പോൾ ഇതെല്ലാം കടന്നുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പിൻ നമ്പർ നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഇനി വാച്ച് അവർ ആയാൽ തന്നെ
ഇതിന്റെ പുറകിൽ ഒരുപാട് ടെക്നിക്കൽ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് അതാത് സമയത്ത് തന്നെ തരണം ചെയ്താൽ മാത്രമേ ഈ സംഭവം നടക്കുകയുള്ളൂ. ഇതിലൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കോപ്പിറൈറ്റ് ആണ്. മറ്റൊരാളെ വീഡിയോ എടുക്കല്, അതുപോലെ തന്നെ മ്യൂസിക് എടുക്കല്, ഇതെല്ലാം നമ്മളെ ഇതിന് ബാധിക്കുന്ന ഒരു പ്രശ്നങ്ങളാണ്. ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാതെ കൊണ്ട് തന്നെ എൻ്റെ ആദ്യത്തെ വീഡിയോയിലെല്ലാം ഒരുപാട് കോപ്പിറൈറ്റിന്റെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ പിന്നീട് അത് ഡിലീറ്റ് ആക്കി കളയേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഈ വീഡിയോനെ പറ്റിയിട്ട് കൂടുതൽ അറിയുന്നവർക്കും ഇത് ചെയ്യാൻ കൂടുതൽ പഠിച്ചവർക്കും ഇതൊന്നും ഇല്ലാണ്ട് തന്നെ കോപ്പിറൈറ്റും മറ്റു പ്രശ്നങ്ങളെല്ലാം വീഡിയോ നിലനിർത്തിക്കൊണ്ട് തന്നെ ഡിലീറ്റ് ആക്കാണ്ട് തന്നെ പരിഹരിക്കാനുള്ള ഓപ്ഷനും നമ്മുടെ ഈ ചാനലിലുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക്, കോപ്പിറൈറ്റ് ഇല്ലാതെ മ്യൂസിക് യൂട്യൂബ് തന്നെ നമുക്ക് തരുന്നുണ്ട്. അതെല്ലാം കൈകാര്യം ചെയ്യാൻ അറിഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഒരു ടൈം പാസ് എന്ന രീതിയിലല്ലാണ്ട് ഒരു വരുമാനം ആഗ്രഹിച്ചിട്ട് ഈ മേഖലയിലേക്ക് വരുന്നവര് ആദ്യമേ ഇതൊക്കെ പഠിച്ച് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഉദ്ദേശ കാര്യങ്ങൾ ഒരു വരുമാനം നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ വീഡിയോ ആദ്യം കുറെ ഓടി, അതെന്നേരം നമുക്ക് ശ്രദ്ധിക്കാണ്ട് പോയി. കുറച്ചു കാലം കഴിഞ്ഞ് നമ്മൾ ഇതെല്ലാം ഏകദേശം മനസ്സിലാക്കി വന്ന് പിന്നീട് കുറച്ചും കൂടെ റീച്ചായി. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ ഇപ്പം ഈ ഒരു സ്റ്റേജിലേക്ക് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറെ കാലം നമ്മളിങ്ങനെ ചെയ്തു വരുമ്പോൾ നിരവധി ഇതിനെപ്പറ്റി അറിയുന്നവര് കമന്റ് ഇടുകയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവുകയും എല്ലാം ചെയ്ത് ഇത് മനസ്സിലാക്കി വരുമ്പോൾ നമ്മളെ മറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് സംശയങ്ങൾ ഒരുപാടുണ്ടാവും. സംശയങ്ങളെല്ലാം തീർത്തു തരാൻ നമ്മൾ ഒരാളെ സഹായം തേടി, മറ്റാരുമല്ല നമ്മളെ അനു ആണ്. അനു നമ്മളൊപ്പം ഉണ്ട്. അനു ബാ. അനു, പിന്നെ എന്തായാലും നമ്മളെ ചാനല് മോണിറ്റേഷനായി, ഒരു വരുമാനം എന്ന നിലയിൽ നമുക്ക് വരാനും തുടങ്ങി. അതിന്റെ ഒരു കാര്യങ്ങൾ എന്നെ പോലെ അറിയാതെ ഒരുപാട് ആൾക്കാരുണ്ടാവും ഈ വീഡിയോ കാണുന്നത്. അപ്പോ അവരോട് ഒരു ആദ്യമായി എന്താ പറയാനില്ല നീ? എനിക്കേതായാലും നീ എല്ലാം ഫുൾ സെറ്റപ്പ് ചെയ്തു തന്നു. നീ പൊതുവെ ഇതുപോലെ ആകെ സഹായിക്കുന്നുണ്ടെന്നും അറിയാം. അപ്പൊ എന്താണ് എനിക്ക് പറയാനുള്ളത്? എന്നാ നമുക്ക് ആദ്യം ശ്രദ്ധിക്കണ്ട ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാലല്ലേ. പിന്നെ അനുവിന് 2 ചാനലുണ്ട്. രണ്ടാമത്തെ ചാനലും ഇപ്പൊ ഏകദേശം സെറ്റ് ആയിക്കൊണ്ട്. ആദ്യത്തെ ചാനൽ നേരത്തെ സെറ്റ് ആയതാണ്. അപ്പൊ അനുവിന് കൂടുതൽ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ അനുവിന്റെ ചാനലിന്റെ പേര് പറഞ്ഞേ. അപ്പൊ എനിക്ക് 2 ചാനലുണ്ടെന്ന് ഈ പാപ്പൻ പറഞ്ഞ പോലെ തന്നെ ഒരു ചാനലിന്റെ പേര് വാക്കി ടോക്കീസ് കണ്ണൂർ എന്നും രണ്ടാമത്തെ ചാനലിന്റെ പേര് ഡൂംഗ്ലി സെറ്റേഴ്സ് എന്നുമാണ്. രണ്ടും 2 വ്യത്യസ്ത കണ്ടന്റ് ആണ് ഞാൻ ചെയ്യുന്നത്. വാക്കി ടോക്കീസിൽ നമ്മൾ ചെയ്യുന്നത് അത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് അഞ്ജിതയും കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ചാനലായിരുന്നു. അതിൽ നമ്മള് അപ്പം പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പല കണ്ടന്റ്സും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ മോണിറ്റൈസേഷനൊക്കെ ആയതിനു ശേഷം നമ്മളൊരു കണ്ടന്റ് എന്നുള്ള രീതിക്ക് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോസ് ആയിട്ട് നമ്മൾ ആ ചാനലിൽ തുടർന്നുകൊണ്ട് പോവാണ് ചെയ്തത്. പിന്നെ എന്റെ രണ്ടാമത്തെ ചാനൽ എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്ന ആളാണ്. ആ ഒരു സ്റ്റിച്ചിങ്ങും ഡിസൈനിങ്ങും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മറ്റൊരു ചാനൽ ഞാൻ തുടങ്ങിയത്. അപ്പൊ നമുക്ക് ഒരു പുതിയ ആള് വരുന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടത്? വളരെ എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. എന്നാലും നമ്മളൊരു പിന്നെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീഡിയോ ആദ്യ സമയത്ത് വീഡിയോ ഇട്ടു എന്നതല്ലാണ്ട് അതിൽ കവിഞ്ഞ് വേറെ ഒരു കാര്യം അതിന് എത്ര ആൾ കണ്ടു എന്ന് പോലും നോക്കാൻ അന്ന് നമുക്ക് അറിയില്ല. വൈറ്റ് സ്റ്റുഡിയോനെ പറ്റി അറിയില്ല, ഒന്നും അറിയില്ല. എന്നാണ് ഒരു ചെറിയ തോതില് ഒരു വിവരണം. ബേസിക് ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ നമുക്കൊരു യൂട്യൂബിൽ നിന്ന് വരുമാനം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ നമ്മൾ യൂട്യൂബിലേക്ക് വരുന്നതാണെങ്കിൽ പക്ക പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മളൊരു ചാനൽ തുടങ്ങാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും. നമുക്ക് നമ്മുടെ ചാനലിൽ നമ്മൾ എന്തൊക്കെ വീഡിയോസ് ആണ് ചെയ്യാൻ പോകുന്നതിനെ പറ്റിയിട്ട് നല്ലൊരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചാനലിന്റെ പേര് ചൂസ് ചെയ്യുന്നില്ലാന്ന്. ആ ഒരു പേര് മറ്റൊരു ചാനലിനും ഇല്ലാത്തതും നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതും ആയിട്ടുള്ള ഒരു പേരായിരിക്കണം നമ്മുടെ ചാനലിന് ഇടാൻ പോകുന്നത്. പിന്നെ അടുത്തതാണ് നമ്മുടെ കണ്ടന്റ് വരുന്നത്. കണ്ടന്റ് പറഞ്ഞാൽ നമ്മള് ഏതെങ്കിലും ഞാനൊക്കെ ചെയ്തതാണ് ചാനൽ തുടങ്ങുന്ന സമയത്ത് എല്ലാം നമ്മുടെ കണ്ടന്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് മുന്നോട്ട് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിക്കുള്ള കണ്ടന്റ്സ് തന്നെ നമ്മൾ ആദ്യം തന്നെ ചെയ്ത് തുടങ്ങുന്നതാണ് നല്ലത്. ഒരു കണ്ടന്റ് ബേസ്ഡ് ആയിട്ട് ഒരു ചാനൽ കൊണ്ടുപോയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റീച്ച് ആവാനും മോണിറ്റൈസേഷൻ ആവാനും അതുവഴി നമുക്ക് വരുമാനം കിട്ടാനും
ഹെൽപ്പ് ചെയ്യും. അപ്പൊ അനു, നമ്മൾ ഒരുപാട് കാര്യം ഇതുവരെ സംസാരിച്ചു. അപ്പൊ എന്നെ പോലെ അതുപോലെ തന്നെ കുറെ വീഡിയോ യൂട്യൂബിൽ ചെയ്യുന്നവരുണ്ട്. അപ്പോ അവരെ നിനക്ക് ഇതുപോലെ എന്തെങ്കിലും മോണിറ്റേഷൻ പ്രശ്നമോ മറ്റ് എന്തെങ്കിലും കോപ്പിറൈറ്റ് പോലത്തെ എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാല് ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും നിനക്ക് സഹായിക്കാൻ പറ്റുമോ? ഇതിപ്പോ ഞാൻ 3 വർഷമായിട്ട് യൂട്യൂബിലുണ്ട്. അപ്പൊ അതിൽ നിന്ന് കിട്ടിയ ചെറിയൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്നെ കഴിയുന്ന സഹായങ്ങൾ ഞാൻ എല്ലാവർക്കും ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. അപ്പോ പ്രിയപ്പെട്ടവരെ, ഇപ്പോ അനു പറഞ്ഞ പോലെ യൂട്യൂബിന്റെ ഏതെങ്കിലും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുവിനെ കോണ്ടാക്ട് ചെയ്യാം. കോണ്ടാക്ട് ചെയ്യേണ്ടത് മെസ്സേജ് വഴി ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഇവരെ ചാനലില്, നേരത്തെ പറഞ്ഞ യൂട്യൂബ് ചാനലില്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമില്, അല്ലെങ്കിൽ എൻ്റെ പിന്നെ ചാനലിൽ വന്നിട്ട് മെസ്സേജ് ഇട്ടാൽ കമന്റ് ഇട്ടാൽ നിങ്ങൾക്ക് അതിന് പരിഹാരം പറഞ്ഞു തരും. അല്ലെ ചെയ്യാൻ പറ്റുന്ന നേരിട്ട് ചെയ്തു തരും. നമ്മൾ ഇത്രയും കാലം പ്രേമരാജൻ കുറ്റിക്കോൽ എന്ന യൂട്യൂബും ഫേസ്ബുക്കും എല്ലാം സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും നിങ്ങളെ എല്ലാവരെയും സപ്പോർട്ട് വേണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും ഇതുപോലത്തെ വീഡിയോ ചെയ്യാനും എല്ലാം സാധിക്കുമല്ലോ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ്.